രൺവീർ സിംഗിനെ നായകനാക്കി ആദിത്യ ധർ സംവിധാനം ചെയ്ത ദുരന്തർ മികച്ച കളക്ഷനാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടുന്നത്. ചിത്രം പുറത്തിറങ്ങി 17-ാം ദിവസം മാത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 44 കോടി രൂപയാണ് നേടിയത്. 1000 കോടി എന്ന നേട്ടത്തിലേക്ക് ചിത്രം എത്തുമെന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ. രൺവീർ സിംഗിനെ നായകനാക്കി ആദിത്യ ധർ സംവിധാനം ചെയ്ത മാസ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദുരന്തർ. വലിയ പ്രതീക്ഷകളോടെ എത്തിയ ചിത്രം പുറത്തിറങ്ങി 17 ദിവസങ്ങൾ കഴിയുമ്പോൾ ഞെട്ടിക്കുന്ന കളക്ഷനാണ് നേടുന്നത്. 17-ാം ദിവസം മാത്രം ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 44 കോടി രൂപയാണ് നേടിയത്. ഇതോടെ 538 കോടി രൂപയാണ് സിനിമയുടെ ഇന്ത്യൻ കളക്ഷൻ. ആഗോളതലത്തിൽ സിനിമ 700 കോടിക്ക് മുകളിൽ നേടിക്കഴിഞ്ഞു. രൺബീർ കപൂറിനെ നായകനാക്കി സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്ത അനിമലിന്റെ ലൈഫ് ടൈം കളക്ഷനെയാണ് ദുരന്തർ ഇതോടെ മറികടന്നിരിക്കുന്നത്. അനിമലിന്റെ ലൈഫ് ടൈം കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് 553 കോടിയായിരുന്നു. 17 ദിവസം കൊണ്ട് ഈ കളക്ഷൻ മറികടന്നതോടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 10 സിനിമകളുടെ ലിസ്റ്റിൽ 10ാം സ്ഥാനത്തേക്ക് ദുരന്തർ എത്തിയിട്ടുണ്ട്. അല്ലു അർജുൻ ചിത്രമായ പുഷ്പയാണ് ലിസ്റ്റിൽ 1ാം സ്ഥാനത്തുള്ളത്. ബാഹുബലി, KGF, RRR, കൽക്കി, ജവാൻ, കാന്താര, ചാവ, സ്ത്രീ 2 തുടങ്ങിയ സിനിമകളുടെ കളക്ഷനെയാണ് ദുരന്തർ മറികടക്കേണ്ടതായുള്ളത്. സിനിമയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്ന സ്വീകാര്യത തുടരുകയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ ദുരന്തർ സ്ത്രീ 2വിന്റെ കളക്ഷനെ മറികടക്കും. അടുത്തുതന്നെ ചിത്രം 1000 കോടി ക്ലബിൽ കയറാനും സാധ്യതയുണ്ട്. കേരളത്തിലും വലിയ വരവേൽപ്പാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. 4.3 കോടിയാണ് ഇതുവരെയുള്ള സിനിമയുടെ നേട്ടം. ഇത് ഇനിയും കൂടുമെന്ന് തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത്. ജിയോ സ്റ്റുഡിയോസ്, B62 സ്റ്റുഡിയോസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൽ സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, R മാധവൻ, അർജുൻ രാംപാൽ എന്നിവരാണ് നിർണായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഉറി ദി സർജിക്കൽ സ്ട്രൈക്ക് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകനാണ് ആദിത്യ ധർ. ചിത്രത്തിലെ രൺവീറിന്റെയും മറ്റ് അഭിനേതാക്കളുടെയും പ്രകടനങ്ങൾ കയ്യടി നേടുന്നുണ്ട്. 2 ഭാഗങ്ങളായി പുറത്തിറങ്ങുന്ന സിനിമയുടെ അടുത്ത ഭാഗം 2026 മാർച്ചിൽ റിലീസ് ചെയ്യും. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.